അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നമുക്കറിയാം തുല്യതയില്ലാത്ത ഒരു കാര്യമാണ്. കാരണം പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഞാനും എൻ്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് അല്ലാഹു തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നുള്ളത്. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്ത് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. മാത്രമല്ല, നമ്മൾ വെറുതെ സ്വലാത്ത് ചൊല്ലിയാൽ പോലും അത് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റുള്ള ഇബാദത്തുകൾ പോലെയല്ല. നമ്മൾ നിസ്കരിച്ചാൽ, നമ്മൾ സകാത്ത് കൊടുത്താൽ, നമ്മൾ ഹജ്ജ് ചെയ്താൽ, ഒരുപാട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ, മറ്റു പല സൽക്കർമ്മങ്ങളും ചെയ്താൽ, സ്വതക്ക കൊടുത്താൽ, ഇതിലൊക്കെയും എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തി ചിലപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് നമ്മൾ എങ്ങനെയാണോ ചൊല്ലിയത്, നിയ്യത്ത് വെച്ചിട്ടാണോ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ, ഏത് സമയത്താണോ, തമാശ രൂപത്തിലാണോ, എങ്ങനെ ചൊല്ലിയാലും പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വലാത്തിനെ സ്വീകരിക്കും. ആ സ്വലാത്ത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അതാണ് സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം. മാത്രമല്ല, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം പലരുടേതും ഇന്ന് ഇരുട്ടേറിയ ജീവിതമാണ്. അതായത് കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, മറ്റ് പല പ്രതിസന്ധികൾ കൊണ്ട് ഇരുട്ടേറിയ ജീവിതത്താൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഒരു സന്തോഷവും ഒരു റാഹത്തുമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, സന്തോഷമാണ്. സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർന്നു എന്ന് തന്നെ പറയാം. കാരണം അവരുടെ മുഖം എപ്പോഴും ഒരു ഇരുട്ട് പോലെയായിരിക്കും. ഒരു തെളിച്ചമോ, ഒരു വെളിച്ചമോ, ഒരു പ്രകാശമോ, ഒരു പുഞ്ചിരിയോ അവരുടെ മുഖത്തു നിന്നും ലഭിക്കില്ല. അതിന് എത്ര സൗന്ദര്യമുള്ള ആളാണെങ്കിലും അവരിൽ സമാധാനമില്ലെങ്കിൽ, എപ്പോഴും അവർക്ക് ടെൻഷനാണെങ്കിൽ, അവർക്കൊരു സൗന്ദര്യവും നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണില്ല. പ്രിയപ്പെട്ടവരെ, പലരും സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ പല വീഡിയോസും കണ്ടുകൊണ്ട് മുഖസൗന്ദര്യം വർദ്ധിക്കാനുള്ള പല ക്രീമുകളുമൊക്കെ, മരുന്നുകളൊക്കെ തയ്യാറാക്കി അവർ അവരുടെ മുഖത്ത് അപ്ലൈ ചെയ്യും, സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എത്ര തന്നെ ക്രീം തേച്ചിട്ടോ പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് മുഖത്ത് തേച്ച് ഫേഷ്യൽ ചെയ്ത് പല മാർഗങ്ങൾ തേടിയിട്ടോ സൗന്ദര്യം വർദ്ധിക്കില്ല. സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടത് ആദ്യം നമുക്ക് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, മനസ്സെപ്പോഴും റാഹത്തായിരിക്കണം. ഒരിക്കലും നമുക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ആളുകൾ എത്ര തന്നെ കറുത്ത ആളുകളാണെങ്കിലും അവരുടെ മുഖത്ത് നമുക്കൊരു ഭംഗി കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ജീവിതത്തിൽ എല്ലാ നിലക്കും നോക്കുകയാണെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് മനസ്സമാധാനമാണ്. മനസ്സമാധാനം, ജീവിതത്തിൽ സന്തോഷം, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം ഹാപ്പി ആകുകയുള്ളൂ. മാത്രമല്ല, സൗന്ദര്യം മാത്രമല്ല, ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് BP കൂടും, ഷുഗർ വർദ്ധിക്കും, മറ്റു പല രോഗങ്ങളും അതുകൊണ്ട് കയറി വരും. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയും, തലമുടി നിരക്കും, തലമുടി കൊഴിഞ്ഞു പോകും, ഓർമ്മശക്തി കുറയും, ബുദ്ധിശക്തി കുറയും. മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും, അതിനൊക്കെ തകരാറുകൾ സംഭവിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യം കുറയുന്നത് കൊണ്ടാണ്. ലൈംഗിക ബന്ധത്തിൽ താല്പര്യം കുറയാൻ
100-ൽ ഒരു 95% ആളുകൾക്കും അവർക്കുണ്ടാകുന്ന ഡിപ്രഷൻ കാരണമാണ്. ജീവിതത്തിലുണ്ടാകുന്ന ടെൻഷൻ, സമാധാനമില്ലായ്മ, ഒരു സന്തോഷമില്ലായ്മ, ഇതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിനോടുള്ള താല്പര്യം കുറയുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും കുടുംബജീവിതം ഇന്ന് തകർച്ചയിലേക്ക് പോവുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹമില്ലാതെ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമൊക്കെയായി അവസാനം ത്വലാഖിൻ്റെ വക്കിൽ വരെ എത്തുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെയും കാരണം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്, നമുക്ക് ടെൻഷൻ വരികയാണ്. ടെൻഷൻ എന്നുള്ളത് നമ്മുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന ഒന്നാണ്. അത് ശാരീരികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, എല്ലാ നിലക്കും നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നമുക്കറിയാം, മനസ്സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴും ടെൻഷൻ ഉണ്ടാകാൻ കാരണം പലർക്കും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അതായത് ഭീമമായ തുക കടക്കണിയിൽപ്പെട്ട്, ദാരിദ്ര്യത്തിൽപ്പെട്ട്, നിത്യ ചിലവിന് പോലും കയ്യിൽ പണമില്ലാതെ, ജോലിയില്ലാതെ, വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഇനി എങ്ങനെയാണ് റബ്ബേ കുടുംബം നോക്കുക, എങ്ങനെയാണ് മക്കളെ നോക്കുക, ഭാര്യയെ നോക്കുക, മാതാപിതാക്കളുടെ മരുന്ന് ചിലവ്, കുട്ടികളുടെ സ്കൂൾ പഠനം, വീട്ടിലെ ചിലവ്, ഇതെല്ലാം ഇനി എങ്ങനെയാണ് നോക്കുക എന്നോർത്ത് പല ആളുകളും എപ്പോഴും ടെൻഷൻ അടിക്കും. മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുണ്ടാകും. കടക്കാരെ പേടിച്ച് അവരെ കാണുമ്പോൾ എന്ത് സമാധാനമാണ് പറയുക, അവരോട് എന്ത് മറുപടിയാണ് പറയുക എന്നോർത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ. എന്നാലോ രാത്രി സമയങ്ങളിൽ അതോർത്ത് വലിയ ടെൻഷൻ, എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു പോവുക. സ്വന്തം മക്കളോട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ടാകും, വർഷങ്ങളായിട്ടുണ്ടാകും. അതുപോലെ ഭാര്യയോടൊന്ന് പുഞ്ചിരിച്ചിട്ട്, ഒന്ന് സംസാരിച്ചിട്ട്, ഒന്ന് സന്തോഷത്തോടു കൂടിയുള്ള ഒരു സംസാരം, ഒരു സ്നേഹം അവർക്ക് നൽകിയിട്ട് മാസങ്ങളായിട്ടുണ്ടാകും, വർഷങ്ങളായിട്ടുണ്ടാകും. ഇതിനൊക്കെയും കാരണം അവരുടെ കടങ്ങൾ കൊണ്ട്, സാമ്പത്തിക പ്രയാസം കൊണ്ട്, കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ ബാധിച്ചാൽ, മറ്റു പല പ്രതിസന്ധികൾ വന്നാൽ, ഇതൊക്കെയുമാണ് നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്, ഇരുട്ടേറിയ ജീവിതം നമുക്കുണ്ടാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഇരുട്ടേറിയ ജീവിതം അത് വെളിച്ചമാകും. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു പ്രകാശം നൽകും. എപ്പോഴും സന്തോഷം സമാധാനവും നിങ്ങൾക്ക് നൽകും. എല്ലാ കാര്യത്തിലും റാഹത്തും ബർക്കത്തുമായിരിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തിലും ആനന്ദത്തിലുമാകും. നിങ്ങളുടെ കുടുംബജീവിതം റാഹത്തിലാകും. എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ നിലക്കും നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ വിജയിച്ചവരായി. അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് കടങ്ങൾ നൽകില്ല. ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ കടങ്ങൾ നൽകി പരീക്ഷിക്കില്ല, ദാരിദ്ര്യമുണ്ടാകില്ല, പണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസവും അവർക്കുണ്ടാകില്ല. മാത്രമല്ല അവരുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുകയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അത്രയ്ക്കും വലിയ മഹത്വമുള്ള, പവറുള്ള, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങളും സ്വലാത്തും സലാമും ധാരാളം അധികരിപ്പിച്ച് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വരെ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മടിക്കുന്നത്, വാശി പിടിക്കുന്നത്? ധാരാളം സ്വലാത്തിനെ അധികരിപ്പിച്ചോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയുള്ളൂ. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് സ്വലാത്ത്. പ്രിയപ്പെട്ടവരെ, ധാരാളം സ്വലാത്തും സലാമും നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് മറിഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുകയും ഉന്നത സ്ഥാനമാനങ്ങളും പദവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യും. സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ആപത്തുകളെ തടുക്കാനും അതുപോലെ
ശത്രുക്കളെ നമുക്ക് കീഴ്പ്പെടുത്താനും സാധിക്കും. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആപത്തുകൾ നൽകില്ല. മാത്രമല്ല അവർക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഒരിക്കലും സ്വലാത്ത് ചൊല്ലുന്നവരുടെ അടുത്ത് അവർ വിജയിക്കില്ല. ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും. അവർ എത്ര വലിയ കഴിവുള്ളവരാണെങ്കിലും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എന്തെല്ലാം നിലക്ക് അവർക്ക് കഴിവുണ്ടെങ്കിലും അവർ ഒരിക്കലും ഈ സ്വലാത്ത് ചൊല്ലുന്നവരുടെ അടുത്ത് വിജയിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പരാജയപ്പെടുത്തും. അതുകൊണ്ട് ശത്രുക്കളുള്ള ആളുകളൊക്കെ സ്വലാത്ത് ചൊല്ലിക്കോളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും അവരുടെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങൾക്ക് വിജയം നൽകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ എൻ്റെ പേരിൽ സ്വലാത്തിനെ പെരുപ്പിച്ചാൽ അവൻ്റെ ദാരിദ്ര്യം നീക്കി അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സമ്പന്നനാക്കുമെന്ന്, അവനെ പണക്കാരനാക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? ധാരാളം പണമുണ്ടാകാൻ, ഒരുപാട് ഭൂമി ഉണ്ടാകാൻ, ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിക്കാൻ, ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങിച്ച് അവിടെ ഒരു വീട് വെക്കാൻ, അള്ളാഹുവിൻ്റെ ഈ ഭൂമി ലോകത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഹലാലായത് വാങ്ങി അത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിച്ചോളൂ. സ്വലാത്ത് അധികരിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകും, നിങ്ങളുടെ ദാരിദ്ര്യം നീങ്ങിക്കിട്ടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്തിനെ പെരുപ്പിച്ചാൽ നിങ്ങളുടെ കെട്ടുകളെ അഴിപ്പിക്കുകയും നിങ്ങളുടെ വേദനകൾ ശമനപ്പെടുകയും ചെയ്യുമെന്ന്. അതായത് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല, വേദനകൾ ഉണ്ടാകില്ല. അത് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു പ്രയാസവും റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് നൽകില്ല. കെട്ടുകളെ അഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും റബ്ബ് സുബ്ഹാനഹു തആല മാറ്റിക്കൊടുക്കും. അത് ശാരീരികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ആഹാരത്തിൽ വിശാലത ചെയ്യും. മാത്രമല്ല അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകും, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും. ആഗ്രഹങ്ങളുള്ള ആളുകളൊക്കെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർ ചോദിക്കാത്തതിൻ്റെ മുമ്പായിട്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കും. അത്രക്കും വലിയ പവറാണ് സ്വലാത്തിന്, അത്രക്കും വലിയ ഇഷ്ടമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് റബ്ബ് സുബ്ഹാനഹു തആലക്ക്. മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ദുഃഖങ്ങളും ആദികളും ദുരിതങ്ങളും എല്ലാം അകന്നു പോകും. ഇതൊക്കെയും കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഇതൊക്കെയും നടക്കുമോ സ്വലാത്ത് ചൊല്ലിയാൽ? നടക്കുന്ന കാര്യമാണോ എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സംശയിക്കേണ്ട. ഇതൊക്കെയും മുൻഗാമികളും പിൻഗാമികളുമൊക്കെ അവർ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട സംഭവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യുക എന്നുള്ളത് മനുഷ്യർ മാത്രമല്ല, മലക്കുകളിലും ജിന്നുകളിലുമൊക്കെ സ്വലാത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത്, മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചക്ക്, ജോലി ലഭിക്കാൻ, മക്കളുടെ വിവാഹം ശരിയാകാൻ, സ്വന്തമായിട്ടൊരു വീടുണ്ടാകാൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കാൻ, പദവികൾ ലഭിക്കാൻ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വലാത്തിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ഗുണങ്ങളും അത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങളുമൊക്കെ പറയുകയാണെങ്കിൽ അനവധി പറയാനുണ്ട്, ധാരാളം പറയാനുണ്ട്.
അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും ചുരുക്കിയാണ് പറഞ്ഞത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നമുക്കറിയാം ധാരാളമുണ്ട്, ഒരുപാട് സ്വലാത്തുകളുണ്ട്. എന്നാൽ സ്വലാത്തുകളിൽ ഏറ്റവും മഹത്വമുള്ള ഒരു സ്വലാത്താണ് പറഞ്ഞു തരുന്നത്. എന്നാലോ ഈ സ്വലാത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു സ്വലാത്തും കൂടിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൂർ എന്നൊരു പേരുണ്ട്. ഈ നാമം അടങ്ങിയ സ്വലാത്താണ് പറയുന്നത്. ഈ സ്വലാത്ത് ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അവൻ്റെ ഇരുളേറിയ ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല വെളിച്ചമേകും, പ്രകാശമേകും. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അത് നീങ്ങിപ്പോകും. ഏത് മേഖലകളിലാണോ നിങ്ങൾക്ക് ഇരുട്ട് അനുഭവിക്കുന്നത്, ആ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വെളിച്ചം നൽകും. അങ്ങനെയുള്ള ഇത്രയധികം ഞാൻ ഈ പറഞ്ഞ നേട്ടങ്ങളും ഇനി ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും പറയാനുള്ള ആ സ്വലാത്താണ് ഫാത്തിമിയ സ്വലാത്ത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ് ഇത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പതിവായി ചൊല്ലിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? പ്രകാശമായ മുത്തുനബിക്കും അവിടുത്തെ അഹ്ലിനും നീ ഗുണം ചെയ്യണമേ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയോ അനുഭവങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉള്ളവരുടെ കടങ്ങൾ വീടിയ അനുഭവം. കടങ്ങൾ ഉള്ളവരൊക്കെ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ, ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടും. മാത്രമല്ല സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഈ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കി നോക്കൂ. നിങ്ങൾക്ക് മരണം വരെ അല്ലാഹു സുബ്ഹാനഹു തആല പണത്തിനൊരു ബുദ്ധിമുട്ടും നൽകില്ല, സാമ്പത്തികമായിട്ടൊരു പ്രയാസവും നൽകില്ല, ദാരിദ്ര്യം നൽകില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നിയത്താക്കിക്കൊണ്ട് ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിച്ചതിനേക്കാൾ വലിയ ആഗ്രഹമായിരിക്കും നമുക്ക് അല്ലാഹു നൽകുക. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഇത്. ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും ഈ സ്വലാത്ത് കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഈ സ്വലാത്ത് ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഏറ്റവും ഉത്തമം മഹാന്മാർ പറയുന്നത്, നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ നിയത്താക്കിക്കൊണ്ട് 1 ലക്ഷം ഈ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി എന്ന് 1 ലക്ഷം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട. അങ്ങനെ 1 ലക്ഷം സ്വലാത്ത് നിങ്ങൾ ചൊല്ലിത്തീരുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരുമെന്നാണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല ചില ആളുകൾക്കൊക്കെ ചൊല്ലി തുടങ്ങുമ്പോഴേക്കും അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയ എത്രയോ അനുഭവങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് 1 ലക്ഷം ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ 1000 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുക, നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ കരുതി. അതിനും കഴിയാത്തവരാണ് നിങ്ങൾ 100 പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക. മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ 1000 ഈ സ്വലാത്ത് ചൊല്ലി പതിവായി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല വിജയിപ്പിക്കും. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് പ്രയാസമുണ്ടാകില്ല, ബുദ്ധിമുട്ടുണ്ടാകില്ല. എപ്പോഴും മനസ്സമാധാനവും സന്തോഷവും ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഒരു അപകടങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നിങ്ങൾക്കുണ്ടാകില്ല. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ 1000 പ്രാവശ്യം ഈ സ്വലാത്ത് പതിവായി ചൊല്ലുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പദവി നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. അത്രത്തോളം വലിയ പദവിയാണ്. അല്ലാഹുവിന് അത്രത്തോളം വലിയ ഇഷ്ടമാണ് മുത്തുനബിയെ. അത്രത്തോളം വലിയ അടുപ്പത്തിലാണ് മുത്തുനബിയും അല്ലാഹു സുബ്ഹാനഹു തആലയും തമ്മിലുള്ള ബന്ധം, അടുപ്പം. നമ്മുടെ ഏതൊരു പ്രയാസത്തെയും തടുക്കാൻ ഈ സ്വലാത്ത് മതി. ഈ സ്വലാത്ത്
ചെറിയൊരു സ്വലാത്താണെങ്കിലും ഈ സ്വലാത്തിൻ്റെ ശക്തി വളരെയേറെ വലുതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് 1000 പ്രാവശ്യം ചൊല്ലാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ചൊല്ലിത്തീർക്കാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പേരിൽ ആരെങ്കിലും ഒരാൾ 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ ഒരിക്കലും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ ഇരിപ്പിടം കാണാതെ അവൻ മരണപ്പെടില്ല എന്ന്. ഈ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ 1000 എന്നല്ല, 2000, 3000, 4000, ലക്ഷം സ്വലാത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചൊല്ലിത്തീർക്കാൻ സാധിക്കും. അത്രയ്ക്കും ചെറിയ ഒരു സ്വലാത്താണ് ഇത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, എല്ലാവിധ നേട്ടങ്ങൾക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവായി ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. കഴിയുമെങ്കിൽ 1000 ചൊല്ലുക. അതിനേക്കാൾ ചൊല്ലാൻ കഴിയുന്നവർ 1,00,000 നിങ്ങൾ ഒരു മാസത്തിനുള്ളിലെങ്കിലും നിങ്ങൾ ചൊല്ലി തീർക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങൾ ഈ സ്വലാത്ത് ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒരു വട്ടം ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. ഈ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ ചൊല്ലാൻ, പതിവായി ചൊല്ലാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ എല്ലാ ഖൈറാത്തുകളും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.